ഹലോ, നമ്മളെ ഇന്ന് വൈറലായിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കാൻ പോവുക. ഇപ്പോൾ കുറച്ച് നാളായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് മസാല മുട്ട എന്ന് പറഞ്ഞാൽ മറ്റേ മസാല ഒക്കെ ഇട്ട് അടിപൊളി ചോറിൻ്റെ കൂടെ മാത്രം കഴിക്കാൻ പറ്റിയ ഒരു സാധനം ഉണ്ടല്ലോ. ഞാൻ ഉണ്ടാക്കാം. അങ്ങനെയാണ് പേരൊന്നും എനിക്കറിയില്ല. ഞാനായിട്ടിട്ട പേരാണ് മസാല മുട്ടാന്ന്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഗൈസ്, നമുക്ക് അങ്ങനെ മുട്ട മസാല ഉണ്ടാക്കാൻ കറിവേപ്പില, വലിയ സവാള, വെളുത്തുള്ളി, ക്യാരറ്റ്, പച്ചമുളക്. ഞാനകത്ത് കാന്താരിമുളകാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഒരേ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് തക്കാളി വേണം കേട്ടോ. ബട്ട് എൻ്റെ കയ്യിൽ തക്കാളി ഇല്ല, അപ്പോൾ നമുക്ക് ഇതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ക്യാരറ്റ് ഓപ്ഷണലാണ്, ഞാൻ തക്കാളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. അപ്പോൾ നമുക്ക് നമ്മൾ മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ നമുക്ക് മുട്ട പൊട്ടിക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും ഇടണം. നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇടാം. കുരുമുളക് പൊടി ഞാൻ ഇച്ചിരി കൂടുതൽ ഇടുന്നുണ്ട്. പിന്നെ കുറച്ചുപ്പ് കൂടിയോ എന്നൊരു ഡൗട്ട്. കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാം. വേണമെങ്കിനകത്ത് സവാളയും മുളക് കൂടി നമുക്ക് ഇടാം. ബട്ട് നമ്മൾ ഓൾറെഡി മസാലയ്ക്കകത്ത് ഇടുന്നതുകൊണ്ട് ഇതിനകത്ത് ഇടുന്നില്ല. ഇതിനകത്ത് എണ്ണ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ സവാള ഇടാം. കടുവൊന്നും ഇടുന്നില്ല. സവാളയും ആദ്യം വെളുത്തുള്ളി നമ്മൾക്ക് വരട്ടേണ്ട കാര്യമില്ല. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് ഞാൻ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇടാം കേട്ടോ. ഞാൻ പിന്നെയാണ് പച്ചമുളക് ഇട്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വഴട്ടാം. വേപ്പിലയും മുളക് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാലയാണ് വേണ്ടത്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമില്ല, മുളക് പൊടിയുടെ അതിൻ്റെ പച്ചമണമൊക്കെ അങ്ങോട്ട് മാറി ഒന്ന് മൂത്തിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ചൊന്ന് കുഴകുഴാന്ന് വരണം. അതാണ് അതിൻ്റെ ഒരു പരുവം എന്നാണ് തോന്നുന്നത്. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറ്റണം. വറ്റി നല്ലൊരു കുഴകുഴ പോലൊരു ടൈപ്പായിട്ടുണ്ട്. തക്കാളിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി നന്നായിനെ. തക്കാളി ഇല്ലായിരുന്നു, അതുകൊണ്ട് തക്കാളി ഇട്ടില്ല. എന്നിട്ട് നമുക്ക് ഈ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യണം അത്. എന്നിട്ട് അതിനകത്തോട്ട് മുട്ട നമ്മൾ അടിച്ച് വെച്ചില്ലേ, അത് പതിയെ എല്ലായിടത്തും ഒന്ന് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഉണ്ടാക്കിയതാണ്, പക്ഷെ തിരിച്ചിടാൻ പോരാളികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെയ്തു. അത് ചിക്കിയ മുട്ട പോലെ ആയിപ്പോയിട്ടുണ്ട്. എന്തായാലും സാരില്ല, എന്തായാലും നമ്മൾ ചോറിൻ്റെ കൂടെ പുരട്ടിയിട്ടാണ് കഴിക്കുക. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു. നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ചോറും മീൻ കറിയും ഉണ്ടായിരുന്നു. ട്രൈ ചെയ്തത് പാളിപ്പോയിട്ടുണ്ട്. പോരാളികൾ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ തിരിച്ചിട്ടപ്പം എല്ലാം ഉടഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിക്കിങ് എടുത്തു. എന്തായാലും ചോറിൻ്റെ കൂടെ പരട്ടേണ്ടതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചിക്കി എടുക്കാൻ. അങ്ങനെ ചിക്കിങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. കണ്ടോ?